ഹായ് ഫ്രണ്ട്സ്, ബ്ലെൻഡർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏകദേശം ഇതുപോലൊരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്ന ബ്ലെൻഡർ വെർഷൻ 4.0 ആണ്. അപ്പോൾ ഇതുവരെയായിട്ടും ബ്ലെൻഡർ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തവർക്ക് വേണ്ടിയിട്ട് ഇതേ ചാനലിൽ എങ്ങനെ ബ്ലെൻഡർ ഇൻസ്റ്റാൾ ചെയ്യുന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഒരു ന്യൂ ഫയൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ജനറൽ, 2D അനിമേഷൻ, സ്കൾപ്റ്റിംഗ് എന്നൊക്കെ. ഒരു ബിഗിനർ എന്ന രീതിയിൽ നമുക്ക് ജനറൽ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഇതിൽ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേഗം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഏത് കീ ആണോ ക്ലിക്ക് ചെയ്യുന്നത് അതിൻ്റെ റെപ്രസെൻറ്റേഷൻ ഇവിടെ സ്ക്രീൻ കാസ്റ്റ് ചെയ്ത് കാണിക്കുന്നതായിരിക്കും. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ലെഫ്റ്റ് മൗസ് ഒന്ന് കാണാൻ പറ്റും, റൈറ്റ് മൗസ് കാണാൻ പറ്റും. ഈ ഒരു ഫയൽ അൺസേവ്ഡ് ആയിട്ടാണ് കാണിക്കുന്നത്. അത് സേവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഫയലിൽ പോയിട്ട് സേവ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് സേവ് ചെയ്യേണ്ട ലൊക്കേഷൻ വരും. അത് നമ്മൾ ചൂസ് ചെയ്തതിന് ശേഷം ഞാൻ ഇവിടെ ഫയലിൻ്റെ പേര് സ്റ്റഡി എന്നാണ് കൊടുക്കുന്നത്. ഞാൻ സേവ് ബ്ലെൻഡർ ഫയൽ കൊടുത്തു. അപ്പോൾ ഞാനിവിടെ ഡെസ്ക്ടോപ്പിൽ study.blend എന്നുള്ളൊരു ഫയൽ അത് ക്രിയേറ്റഡ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ഈ കറണ്ട് വിൻഡോ ഞാൻ ക്ലോസ് ചെയ്യുകയാണ്. അതിനുശേഷം ഇത് ഡബിൾ ക്ലിക്ക് ചെയ്താൽ നമുക്ക് വീണ്ടും ആ ഫയൽ റീഓപ്പൺ ചെയ്ത് എടുക്കാൻ പറ്റും. ഇപ്പോൾ ഈ ഫയൽ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നോക്കിയാൽ അറിയാം ഇവിടെ സ്റ്റഡി എന്ന് ഫയൽ നെയിം മാറിയിട്ടുണ്ട്, അൺസേവ്ഡ് അല്ല. ഇനി നമുക്കൊരു ബേസിക് നാവിഗേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം പാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പാൻ ചെയ്യാനായിട്ട് ഇവിടെ ഒരു ഹാൻഡിൻ്റെ ഐക്കൺ കാണാൻ പറ്റും, മൂവ് ദി വ്യൂ എന്ന് പറഞ്ഞിട്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ നമുക്കിത് പാൻ ചെയ്ത് നോക്കാൻ പറ്റും, ഈ 3D മോഡൽ വ്യൂ പോർട്ട്. അതല്ലാതെ നമുക്ക് സൂം ചെയ്യണമെങ്കിൽ തൊട്ട് മുകളിലുള്ള ഐക്കൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ലെഫ്റ്റിലേക്ക് ഡ്രാഗ് ചെയ്താൽ സൂം ഔട്ടും, റൈറ്റിലേക്ക് ഡ്രാഗ് ചെയ്താൽ സൂം ഇന്നുമായിട്ട് കാണാൻ പറ്റും. ഇതിന് രണ്ടിനും ഷോർട്ട് കട്ട്സ് അവൈലബിൾ ആണ്. സൂം ചെയ്യാനായിട്ട് സ്ക്രോൾ വീൽ അപ്പ് ആൻഡ് ഡൗൺ ചെയ്താൽ സൂം ഇൻ സൂം ഔട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ പാൻ ചെയ്യാനായിട്ട് ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തതിന് ശേഷം അത് ഹോൾഡ് ചെയ്തുകൊണ്ട് മിഡിൽ മൗസ് പ്രസ് ചെയ്തിട്ട് ഹോൾഡ് ചെയ്തുകൊണ്ട് ഡ്രാഗ് ചെയ്താൽ നമുക്കത് പാൻ ചെയ്യാനുള്ള ഷോർട്ട് കട്ട് ആവുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യാനുള്ള എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഹൈലൈറ്റഡ് ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒബ്ജക്റ്റിൻ്റെ പേര് ഈ റൈറ്റ് സൈഡിലുള്ള വിൻഡോയിൽ കാണാൻ പറ്റും, ക്യൂബ് എന്ന്. അതുപോലെ തന്നെ ഈ ഒബ്ജക്റ്റ് ക്യാമറയാണെന്നും ഈ ഒബ്ജക്റ്റ് ലൈറ്റ് ആണെന്നും നമുക്ക് അറിയാൻ പറ്റും. ലെഫ്റ്റ് ക്ലിക്കാണ് സെലക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഇനി ഒരു ഒബ്ജക്റ്റ് ക്ലിക്ക് ചെയ്ത് അതിന് ചുറ്റും കാണണമെങ്കിൽ, അതിനെ ഓർബിറ്റ് ചെയ്യണമെങ്കിൽ എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഒന്നുകിൽ ഈ ആക്സിസ് കാണിക്കുന്ന XYZ എന്നുള്ള ആക്സിസ് കാണിക്കുന്ന അവിടെ എക്സിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡ്രാഗ് ചെയ്താൽ നമുക്കിത് ചുറ്റും കാണാൻ പറ്റും. 3 ഡയമെൻഷനുള്ള 3 ആക്സിസുകളാണ് ഈ കാണുന്നത്. അതല്ലെങ്കിൽ നമുക്ക് മിഡിൽ മൗസ് ക്ലിക്ക് ചെയ്തുകൊണ്ട് സെലക്ട് ചെയ്ത ഒബ്ജക്റ്റിന് ചുറ്റും ഓർബിറ്റ് ചെയ്ത് കാണാൻ പറ്റും. ബ്ലെൻഡറിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കോൺസെപ്റ്റാണ് ഈ ആക്സിസുകൾ. ഇവിടെ എക്സ് ആക്സിസ് റെഡും വൈ ആക്സിസ് ഗ്രീൻ ആയിട്ട് കാണാൻ പറ്റും. ഒരു ഇസഡ് ആക്സിസും കൂടെ ഉണ്ട്. അത് കാണാനായിട്ട് നമ്മൾ എക്സിൽ പോയി ക്ലിക്ക് ചെയ്താൽ അവിടെ നോക്കുന്നൊരു വ്യൂവിൽ നമുക്ക് ഇസഡ് ആക്സിസും വിസിബിൾ ആവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വ്യൂ ഒരു സ്റ്റാൻഡേർഡ് ഓർത്തോഗ്രാഫിക് വ്യൂ ആണ്. റൈറ്റ് ഓർത്തോഗ്രാഫിക് എന്ന് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ വൈയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ബാക്ക് ഓർത്തോഗ്രാഫിക് എന്ന് കാണാൻ പറ്റും. ഈ സ്റ്റാൻഡേർഡ് ഈ ഓർത്തോഗ്രാഫിക് വ്യൂ ഇപ്പോൾ പെർസ്പെക്റ്റീവ് വ്യൂ ആയിട്ട് മാറിയിട്ട് കാണാൻ പറ്റും. അപ്പം ഈ പെർസ്പെക്റ്റീവും ഓർത്തോഗ്രാഫിക് വ്യൂവും ഷിഫ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ വ്യൂവിൽ പോയിട്ട് പെർസ്പെക്റ്റീവ് / ഓർത്തോഗ്രാഫിക് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ നമ്പർ പാഡ് 5 ക്ലിക്ക് ചെയ്യുന്നതായിരിക്കും അതിന് ഷോർട്ട് കട്ട്. ഞാനിവിടെ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് ഓർത്തോഗ്രാഫിക് ആയിട്ട് മാറിയിട്ടുണ്ട്, ഇത് യൂസർ ഓർത്തോഗ്രാഫിക് ആയിട്ട് മാറിയിട്ടുണ്ട്. ഞാൻ 5 ക്ലിക്ക് ചെയ്യുമ്പോൾ അത് വീണ്ടും യൂസർ പെർസ്പെക്റ്റീവായിട്ട് മാറുന്നുണ്ട്. ഇനി നമുക്ക് സ്റ്റാൻഡേർഡ് വ്യൂസ് എങ്ങനെയാണ് എടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ ആക്സെൻറ്റ് ഗ്രേവ് കീ പ്രസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് വിസിബിൾ ആവുന്നുണ്ട്. ഈ ആക്സെൻറ്റ് ഗ്രേവ് കീ എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ക്രോമിൽ സെർച്ച് ചെയ്യുമ്പോൾ ഇതാണ് ആക്സെൻറ്റ് ഗ്രേവ് കീ. അതിൽ പ്രസ് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഫ്രണ്ടാണ് വേണ്ടതെങ്കിൽ ഫ്രണ്ടിൻ്റെ അടുത്തേക്ക് പോയിൻ്റ് കൊണ്ടുപോയതിന് ശേഷം കീ റിലീസ് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട് വ്യൂയിലേക്ക് പോകും. അതുപോലെ ടോപ്പ് വ്യൂ, ബാക്ക് വ്യൂ, റൈറ്റ് വ്യൂ, ലെഫ്റ്റ് വ്യൂ. ഇനി അതല്ല ക്യാമറയിൽ കൂടെ കാണുമ്പോൾ എങ്ങനെയാണ് ഒബ്ജക്റ്റ് കാണുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് വ്യൂ ക്യാമറയിലേക്ക് പോയാൽ നമുക്ക് ക്യാമറയിൽ കൂടെ എങ്ങനെയാണ് ഈ ഒബ്ജക്റ്റ് കാണുന്നതെന്ന് നോക്കാം. ഇനി ഇതല്ലാതെ പല ഷോർട്ട് കട്ട്സും അവൈലബിൾ ആണ്. ഫോർ എക്സാമ്പിൾ വ്യൂ ക്യാമറയിലേക്ക് പോകാനായിട്ട് 1ഉം
4, 7, 8, 9 എന്ന് കാണാൻ പറ്റും. ഇത് നമുക്ക് ഫോർ എക്സാമ്പിൾ ഞാൻ നമ്പർ പാഡിൽ 1 ഞെക്കുമ്പോൾ 2 ഞെക്കുമ്പോൾ 3 ഞെക്കുമ്പോൾ നമുക്കതിൻ്റെ എങ്ങനെയാണ് നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യുന്നത് കാണാൻ പറ്റും. 0 ഞെക്കുമ്പോൾ ക്യാമറയിലൂടെ കാണാൻ പറ്റും. ഈ ബേസിക് ഇൻ്റർഫേസിൽ നിങ്ങൾക്കിപ്പോൾ ഒരു 3D വിൻഡോ കാണാൻ പറ്റും. അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ഔട്ട്ലൈനർ വിൻഡോ കാണാൻ പറ്റും. ഇതിൻ്റെ പേര് ഔട്ട്ലൈനർ വിൻഡോ ആണെന്ന് എങ്ങനെ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഇതിൻ്റെ ടോപ്പ് ലെഫ്റ്റ് കോർണറിൽ പോയാൽ എഡിറ്റർ ടൈപ്പ് എന്നൊരു ഐക്കൺ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഔട്ട്ലൈനർ എന്നുള്ളത് ഹൈലൈറ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഔട്ട്ലൈനറിന് പകരം ഇവിടെ 3D വ്യൂ പോർട്ട് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെയും ചെറിയ 3D വ്യൂ പോർട്ട് വിസിബിൾ ആവുന്നുണ്ട്. ഞാൻ വീണ്ടും ഔട്ട്ലൈനറിലേക്ക് പോവുകയാണ്. അതുപോലെ തന്നെ താഴെ ഒരു പ്രോപ്പർട്ടീസ് വിൻഡോ നമുക്ക് കാണാൻ പറ്റും. ഇത് 3D വ്യൂ പോർട്ട് വിൻഡോ ആണ്. ഈ വിൻഡോസിൻ്റെ സൈസ് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഞാൻ ഈ 2 വിൻഡോസിൻ്റെ ബോർഡറിൽ അവിടെ വരുമ്പോൾ 2 ആരോ വിസിബിൾ ആവും. ഞാൻ അതിൽ ക്ലിക്ക് ചെയ്ത് ലെഫ്റ്റിലേക്ക് ഡ്രാഗ് ചെയ്യുമ്പോൾ നമുക്ക് വിൻഡോസിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓരോ വിൻഡോസിനും അതിൻ്റേതായ പർപ്പസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഈ ക്ലിക്ക് ചെയ്തേക്കുന്ന ഒബ്ജക്റ്റിൻ്റെ പ്രോപ്പർട്ടീസ് കാണിക്കാനുള്ള വിൻഡോ ആണ് ഈ പ്രോപ്പർട്ടീസ് വിൻഡോ. അതുപോലെ തന്നെ ഈ പ്രൊജക്റ്റിൽ അടങ്ങിയിരിക്കുന്ന എല്ലാ എലമെൻസിനെയും ഔട്ട്ലൈൻ ചെയ്ത് കാണിക്കുന്ന വിൻഡോ ആണ് ഈ ഔട്ട്ലൈനർ വിൻഡോ. നമുക്ക് ഒരു പുതിയ വിൻഡോ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഏതെങ്കിലും ഒരു വിൻഡോ അല്ലെങ്കിൽ 2 വിൻഡോയുടെ ബോർഡറിൽ അവിടെ പോയിട്ട് ഈ ആരോ വരുമ്പോൾ റൈറ്റ് ക്ലിക്ക് പ്രസ് ചെയ്താൽ വെർട്ടിക്കൽ സ്പ്ലിറ്റ്, ഹൊറിസോണ്ടൽ സ്പ്ലിറ്റ് എന്ന് കാണാൻ പറ്റും. ഞാനിവിടെ വെർട്ടിക്കൽ സ്പ്ലിറ്റ് സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഒരു ലൈൻ നമുക്ക് ഒരു ലൈൻ വിസിബിൾ ആവുന്നുണ്ട്. ഞാനത് ഡ്രാഗ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ മറ്റൊരു 3D വ്യൂ പോർട്ട് വിൻഡോ ഡ്യൂപ്ലിക്കേറ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ ടോപ്പ് വ്യൂ കണ്ടും ഇവിടെ പെർസ്പെക്റ്റീവ് കണ്ടും ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അത് നമ്മളെ വർക്ക് വളരെയധികം എഫക്റ്റീവ് ആക്കും. ഇനി ഈ വിൻഡോ ഡിലീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ അവിടെ വന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തപ്പോൾ ജോയിൻ ഏരിയാസ് എന്ന് പറയുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ ഏതെങ്കിലും ഒരു ഏരിയ മറ്റൊരു ഏരിയയിലേക്ക് ഓവർലാപ്പ് ചെയ്ത് ജോയിൻ ചെയ്യുന്നതായിരിക്കും. ഇത് വളരെ എളുപ്പത്തിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു വിൻഡോയുടെ കോർണറിൽ പോകുമ്പോൾ ഒരു പ്ലസ് സൈൻ വിസിബിൾ ആകും. ഞാനിവിടെ റൈറ്റ് സൈഡിൽ വരുമ്പോൾ ഒരു പ്ലസ് സൈൻ വിസിബിൾ ആകും. ഞാൻ അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ലെഫ്റ്റിലേക്ക് ഡ്രാഗ് ചെയ്താൽ വീണ്ടും ഇങ്ങനെ ഒരു വിൻഡോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അവിടെ തന്നെ വെച്ചിട്ട് എനിക്ക് ജോയിൻ ചെയ്യാനും പറ്റും. ഞാൻ അതിന് പകരം മുകളിലേക്ക് ഡ്രാഗ് ചെയ്യുന്നെങ്കിൽ ഒരു ഹൊറിസോണ്ടൽ സ്പ്ലിറ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. വീണ്ടും അവിടെ പോയതിനു ശേഷം ജോയിൻ ചെയ്യാനും പറ്റും. ഇതാണ് ബ്ലെൻഡറിൻ്റെ ബേസിക് നാവിഗേഷൻസ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.